ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള സെക്ഷനിൽ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്, പി എന്നൊരു പോയിന്റ് എടുക്കുന്നു. ഈ പിയുടെ കോർഡിനേറ്റ്സ് എ എഫ് ഓഫ് എ എന്ന് എടുക്കുന്നു. എ എന്നുള്ള പോയിന്റിൽ ഈ എഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിനായിട്ട് ഞാൻ വേറൊരു പോയിന്റ് ക്യൂ എടുക്കുകയാണ്. ഈ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എയിൽ നിന്നൊരു ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്തതേ ഉള്ളൂ, എ പ്ലസ് എച്ച്. ഒരു ചെറിയ ഇൻക്രിമെന്റ് എക്ക് വരുത്തി. അപ്പോൾ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ് എന്ത് വരും? എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് വരുമല്ലോ. ഈ പി ക്യൂ എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ എടുത്താൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ത് വരും? പി ക്യൂവിന്റെ സ്ലോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ പി ക്യൂവിന്റെ സ്ലോപ്പ് എന്ത് വരും? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് എച്ച് മൈനസ് എ എന്ന് വരുമല്ലോ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടെ മൈനസ് എ പ്ലസ് എ ക്യാൻസൽ ആയി പോകും, അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഇത്ര എഴുതിയാൽ മതിയല്ലോ. നോക്കിക്കേ, ഇതാണ് സ്ലോപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് പി ക്യൂ വരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഈ ടേം നമുക്ക് പരിചയമുള്ളതാണ്. നമ്മൾ എന്താണ് പഠിച്ചത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച് എന്ന് പറയുന്നത് എഫ് ഡാഷ് എയുടെ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഇവിടെ നോക്കുക, ഇത് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ഈ ലിമിറ്റ് എടുക്കുമ്പോഴും ലെഫ്റ്റിൽ നിന്ന് ഈ ലിമിറ്റ് എടുക്കുമ്പോഴും സെയിം വാല്യൂ കിട്ടിയാൽ മാത്രമേ എ എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എഴുതിയ എഫ് ഡാഷ് ഇത് റൈറ്റിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ എച്ചിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ക്യൂ എന്നുള്ള പോയിന്റ് പിയിലേക്ക് ടെൻഡ് ചെയ്യുമല്ലോ, അല്ലേ? അപ്പോൾ ഈ പി ക്യൂ എന്നുള്ള ലൈൻ സെഗ്മെന്റ് പിയിലുള്ളൊരു ടാൻജന്റ് ആയിട്ട് മാറും. അതേപോലെ നമ്മൾ ഇതേ ഒരു പോയിന്റ് ഇപ്പുറത്ത് ലെഫ്റ്റിലെടുത്താലും ആർന്നൊരു പോയിന്റ് എടുക്കുകയാണ്, സെയിം ഇൻക്രിമെന്റ് മൈനസ് ചെയ്യാണ്. എ മൈനസ് എച്ച് ആണ് എക്സ് കോർഡിനേറ്റ്. കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ് എന്ത് വരും? എഫ് ഓഫ് എ മൈനസ് എച്ച് ആണല്ലോ വരുന്നത്. ഈ ആറിൽ നിന്നുള്ള പി ആർ എന്നുള്ള സ്ട്രേറ്റ് ലൈനും എച്ച് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറുതായി ആറ് പിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ പിയിലുള്ളൊരു ടാൻജന്റ് ആയിട്ട് മാറും. ഈ രണ്ട് സൈഡിൽ നിന്നും വരുന്ന ടാൻജന്റ് യുണീക്ക് ആയാൽ മാത്രമേ, സെയിം ആയാൽ മാത്രമേ ഈ പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറയുള്ളൂ. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇതേപോലെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ഡാഷ് ഓഫ് എ മൈനസ് എന്നാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് സ്ലോപ്പ് ഓഫ് പി ആർ തന്നെയാണ് എഴുതുന്നത്. പി ആറിന്റെ സ്ലോപ്പ് എഴുതുമ്പോൾ നോക്കിക്കേ, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ത് വരും? എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എ മൈനസ് എച്ച് മൈനസ് എ എന്ന് വരും. ഇവിടെയും പ്ലസ് എ മൈനസ് എ ക്യാൻസൽ ആവുമല്ലോ, ഇത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. ഈ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും സെയിം ആൻസർ കിട്ടിയാൽ മാത്രമേ എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അങ്ങനെ ഓരോ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയാൽ മാത്രമേ ഈ ഫംഗ്ഷനെ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന്റെയും ഇക്വേഷൻ കണ്ടല്ലോ. ഇത് ഇതിന് രണ്ടിനും നമുക്ക് ഈക്വൽ ടു എൽ എന്നൊരു ആൻസർ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മൾ എഴുതുന്നത് എഫ് ഡാഷ് എ ഈക്വൽ ടു എൽ എന്ന് എഴുതുന്നത്. ഇത് ടാൻജന്റ് വരുമ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആയിരിക്കും ആ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ പി എ എന്നുള്ള പോയിന്റിലെ ഈ പി അല്ലേ, അതിൻ്റെ എ എഫ് ഓഫ് എ വരുന്നത്. അപ്പോൾ പി എന്നുള്ള പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പാണ് എഫ് ഡാഷ് എ ആയിട്ട് വരുന്നത്, ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1 എക്സ് ഈക്വൽ ടു 1 ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. മോഡുലസ് ഫംഗ്ഷൻ ആയത് നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. എഫ് ഓഫ് എക്സ്
ഈക്വൽ ടു ഇവിടെ എക്സ് മൈനസ് വൺ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ 1 എന്നുള്ള പോയിന്റ് ലെഫ്റ്റിലാണ് ഫംഗ്ഷൻ നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ 1 ആദ്യം എഴുതാം. എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ മൈനസ് ഓഫ് ദിസ് ഫംഗ്ഷൻ വരും. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ സെയിം ആണ്, എക്സ് മൈനസ് 1 ആണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് 1ലായതുകൊണ്ട് 1 മൈനസ് എന്ന് എഴുതണം. എയ്ക്ക് പകരം ഇവിടെ 1 ആണ്. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്നുള്ളത് 1 പ്ലസ് എച്ച്, സോറി ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ 1 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എയ്ക്ക് പകരം 1 ആണ്, ഡിവൈഡ് ബൈ മൈനസ് എച്ച്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 1ന്റെ ലെഫ്റ്റിലാണ്, 1ന്റെ ലെഫ്റ്റിൽ നമുക്ക് എന്താണ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്? 1 മൈനസ് എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിലെ ടേം 1 മൈനസ് കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 1 മൈനസ് ബ്രാക്കറ്റിലെ ടേം എഴുതുമ്പോൾ 1 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 1. നോക്കിക്കേ, എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 1 കൊടുത്താൽ എന്താണ് വാല്യൂ കിട്ടുന്നത്? 1 മൈനസ് 1 0 വരും, ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്. ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 മൈനസ് 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് ഈക്വൽ ടു 1 1 ക്യാൻസൽ ആവുമല്ലോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ മൈനസ് 1 ആണല്ലോ. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. എക്ക് പകരം ഇവിടെ 1 ആയതുകൊണ്ട് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്, ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇപ്പം ഇവിടെ 1ന്റെ റൈറ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് മൈനസ് 1 ആണ്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ആകുമ്പോൾ ബ്രാക്കറ്റിലെ ടേം മൈനസ് 1 ആണ്. അപ്പം ഇവിടെ ബ്രാക്കറ്റിൽ എന്താണ്? 1 പ്ലസ് എച്ച് ആണ്. അപ്പോൾ 1 പ്ലസ് എച്ച് മൈനസ് 1 വരും. ഇവിടെ ബ്രാക്കറ്റിൽ 1 ആയതുകൊണ്ട് 1 മൈനസ് 1 0യും വരും, ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പം ഇവിടെയും പ്ലസ് എച്ച് മൈനസ് എച്ച് ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ എന്താണ് വരിക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച് എന്ന് വരും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച് 1 ആണ്, ഈക്വൽ ടു 1 എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ആണല്ലോ അല്ലേ? നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് 1 മൈനസ് ആണ്. ദെയർഫോർ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഡിഫറൻഷ്യബിലിറ്റി പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്നും ഈ സ്ക്രീൻ നോക്കി എഴുതരുത്. നോട്ടിന്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നോക്കി മാത്രമേ എഴുതാവുള്ളൂ. ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് അതിനകത്ത് മാത്രമേ എഴുതുള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം, പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ആണ്. 0 തുടങ്ങി 3 വരെ തന്നിട്ടുള്ളൂ. 0ക്കും 3ക്കും അകത്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. അപ്പം അല്ലാതെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എടുത്താൽ കുറേ പോയിന്റ്സിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്കറിയാം. ഇത് 2 പോയിന്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രമാണ് ഡൊമെയിൻ എടുത്തേക്കുന്നത്. ഓപ്പൺ ഇന്റർവൽ 0-3 ആണ്. നമുക്ക് എക്സ് ഈക്വൽ ടു 1ൽ ആദ്യം ചെക്ക് ചെയ്യാം. എക്സ് ഈക്വൽ ടു 1 എന്താണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ എഴുതിയത്? എഫ് ഡാഷ് ഓഫ് എ മൈനസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് ആണ്. ദാറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ 1 ആണ്. എഫ് ഡാഷ് 1 മൈനസ് ആണ് നമുക്ക് കാണേണ്ടത്. എഫ് ഡാഷ് 1 മൈനസ് എടുക്കുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണല്ലോ. എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1 മൈനസ് എച്ച് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1 divided by minus h equal to limit h tends to 0
നോക്കിയേ, 1 മൈനസ് എ സ്മോൾ ക്വാണ്ടിറ്റി. അപ്പോൾ 1ൽ നിന്നൊരു സ്മോൾ ക്വാണ്ടിറ്റി മൈനസ് ചെയ്താൽ എന്തായിരിക്കും? 0 പോയിന്റ് സംതിങ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താ? 0 ആണ് വരിക. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണല്ലോ, മൈനസ് എച്ച് എന്ന് വരും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, മൈനസ് മൈനസ് ക്യാൻസൽ ആവും, 1/h എന്ന് കിട്ടും. ഈക്വൽ ടു 1/0 നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് f of 1 divided by h. Limit h tends to 0. Greatest integer of 1 plus h minus greatest integer of 1 divided by h equal to limit h tends to 0. 1 plus h എന്ന് പറയുമ്പോൾ 1ന്റെ കൂടെ ഒരു ചെറിയ നമ്പർ കൂട്ടിയാൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്, സ്മോൾ ഇൻക്രിമെന്റ് ആണ്. അപ്പോൾ 1 പോയിന്റ് സംതിങ്ങേ വരുള്ളൂ. അപ്പോൾ 1 പോയിന്റ് സംതിങ് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിന്റെ വാല്യൂ 1 എന്ന് വരും. 1ഉം 1 തന്നെയാണല്ലോ, ബൈ എച്ച് എന്ന് വരും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, 0 ബൈ എച്ച് ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, 0 ബൈ എനി നമ്പർ 0 ആണല്ലോ, ഈക്വൽ ടു 0 എന്ന് ആൻസർ കിട്ടി. ഇപ്പോൾ രണ്ട് ഡിഫറെന്റ് ആൻസർ ആണല്ലോ. This is not equal to f dash of a minus. Therefore 1 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് ചെക്ക് ചെയ്യാം. 2 എന്നുള്ള പോയിന്റ്, എക്സ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. എഫ് ഡാഷ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ സ്റ്റെപ്പ് എഴുതുന്നില്ല, ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് എഴുതുകയാണ്. എഫ് ഓഫ് എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേം വരുന്നത് എഫ് ഓഫ് 2 മൈനസ് എച്ച് എന്നാണ്. അതിനെ ഞാൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 മൈനസ് എച്ച് എന്ന് എഴുതുകയാണ്. മൈനസ് എഫ് ഓഫ് 2 എന്നാണ് വരുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് എന്ന് വരും. അപ്പോൾ ഈക്വൽ ടു 2 മൈനസ് എ ചെറിയ പോയിന്റ് വരുമ്പോൾ 1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 പോയിന്റ് സംതിങ് ആവുമ്പോൾ 1 എന്ന് വരും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 എന്ന് പറയുന്നത് 2 തന്നെയാണല്ലോ, ഡിവൈഡ് ബൈ മൈനസ് എച്ച് equal to limit h tends to 0 minus 1 by minus h equal to limit h tends to 0 1 by h equal to 1 by 0 not defined എന്നാണ് കിട്ടിയത്. f dash of 2 plus equal to limit h tends to 0 greatest integer 2 plus h minus greatest integer 2 divided by h equal to limit h tends to 0. ഇത് 2 point something ആണല്ലോ, അപ്പോൾ 2 തന്നെ വരും. 2 minus 2 by h equal to limit h tends to 0, 0 by h equal to limit h tends to 0, 0 equal to 0. Not equal to f dash of 2 മൈനസ് ആണല്ലോ അല്ലേ? അപ്പോൾ therefore x ഈക്വൽ ടു 1ലും x ഈക്വൽ ടു 2ലും ഡിഫറൻഷ്യബിൾ അല്ല അല്ലേ? അപ്പം നമ്മളിപ്പോൾ രണ്ട് പ്രോബ്ലം ചെയ്തു. ആദ്യത്തെ പ്രോബ്ലം കണ്ടിന്യൂസ് ആയിരുന്നു, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു, പക്ഷേ നോട്ട് ഡിഫറൻഷ്യബിൾ എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നു, അതും നോട്ട് ഡിഫറൻഷ്യബിൾ എന്നാണ് കിട്ടിയത്. ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും നോട്ട് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചിലത് ഡിഫറൻഷ്യബിളും വരും, ചിലത് നോട്ട് ഡിഫറൻഷ്യബിളും വരും. ഡിഫറൻഷ്യബിൾ ആയ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ തിരിച്ചു പറയുമ്പോൾ അത് ശരിയാവണമെന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടും ഡിഫറൻഷ്യബിൾ ആവാത്ത ഫംഗ്ഷനാണ് നമ്മൾ ഇന്നലെ ചെയ്ത മോഡുലസ് ഫംഗ്ഷൻ. മോഡ് എക്സ് ആയാലും എക്സ് മൈനസ് 1 ആയാലും എക്സ് പ്ലസ് 2 ആയാലും എന്തായാലും മോഡുലസ് ഫംഗ്ഷൻ ഒന്നും ഡിഫറൻഷ്യബിൾ അല്ല.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, പക്ഷെ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല. നമുക്കിനി ജിയോജിബ്രയിൽ ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ഫംഗ്ഷൻ കണ്ടല്ലോ, y = x² എന്നുള്ള ഫംഗ്ഷനാണ്. ബി എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. ബി എന്നുള്ള പോയിന്റ് a(f(a) ആണ്. എയ്ക്ക് ഒരു ചെറിയ ഇൻക്രിമെന്റ് എടുത്ത് a+h f(a+h) ആണ് പി. അതേപോലെ a-h f(a-h) ആണ് q. ഇവിടെ കോർഡിനേറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, പിയിലുള്ള ടാൻജന്റ് ആണ് ബ്ലൂ കളറിൽ കാണുന്നത്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് r എന്ന് പറഞ്ഞാൽ ഈ പി എന്നുള്ള പോയിന്റിലെ a+h എന്നുള്ള പോയിന്റിലെ ഡെറിവേറ്റീവ് ആണല്ലേ. ഇപ്പൊ ബിയുടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് r. അതേപോലെ ക്യൂ എന്നുള്ള പോയിന്റിലെ ടാൻജന്റ് ആണ് റെഡ് കളറിൽ കാണുന്നത്. ഈ ടാൻജന്റ് സ്ലോപ്പ് ആണ് s. അതുകൂടാതെ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ്. ഈ എസും ആറും ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. h ടെൻസ് ടു 0 ആവുമ്പോൾ പിയും ക്യൂവും ബിയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആറിനും എസും എങ്ങോട്ടാണ്? ആറും എസും ഏത് പോയിന്റിലേക്കാണ് ടെൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആറും എസും ശ്രദ്ധിച്ചോളൂ. h ടെൻസ് ടു 0 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പിയും ക്യൂവും ബിയിലേക്ക് അടുക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആറും എസും എങ്ങോട്ടാണ് അടുക്കുന്നത്? സിയിലേക്ക് അടുക്കുന്നു. കണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ നോക്കിക്കേ, ആ ടാൻജൻസ് നോക്കിക്കേ, ടാൻജൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. പിയിലും ക്യൂയിലും ഉള്ള ടാൻജൻസ് ബിയിലുള്ള ഒരു യുണീക്ക് ടാൻജന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ബി എന്നുള്ള പോയിന്റിൽ രണ്ട് ടാൻജന്റ് ഒന്നാവുകയാണ്, യുണീക്ക് ടാൻജന്റ് ആണ്. ഈ പോയിന്റില് ഈ x=1 നേരെയുള്ള പോയിന്റ് ആണ്. അപ്പൊ 1 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നറിയാനാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും നോക്കിക്കേ, 2 നേരെയുള്ള പോയിന്റ് ആണ് കിട്ടിയേക്കുന്നത്. 1, 2 എന്നുള്ള പോയിന്റ് ആണല്ലോ അല്ലേ? അപ്പോൾ 1 എന്നുള്ള പോയിന്റിന്റെ ഡെറിവേറ്റീവ് 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കാം നമുക്ക് പരിചയമുള്ള. വേറൊരു കാര്യം പറയാനുണ്ട്. നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ഇതൊരു പോയിന്റ് മാത്രമേ കണ്ടുള്ളൂ. ഈ y = x² ഡെറിവേറ്റീവ് നമുക്ക് അറിയാമല്ലോ. y = x² ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. x² ഡെറിവേറ്റീവ് 2x ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ ഈ 2xും ഈ y = x² തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. 2x എന്നുള്ള ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് 2x എന്നുള്ള ഫംഗ്ഷൻ. പിന്നെ നമുക്ക് ഇതൊന്ന് മൂവ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. 6 ദിവസം ശ്രദ്ധിച്ചേ, എന്താണ്? ഈ y = 2xൽ കൂടെ മാത്രമല്ലേ മൂവ് ചെയ്യുള്ളൂ അല്ലേ? നമ്മളിത് എങ്ങോട്ട് കൊണ്ടുപോയാലും ഇത് y = 2xലേ മൂവ് ചെയ്യുള്ളൂ അല്ലേ? ഈ y = 2x എന്ന് പറയുന്നത് ഈ x²ലെ y = x² ഓരോ പോയിന്റിലെയും ടാൻജന്റിന്റെ സ്ലോപ്പുകൾ ചേർത്ത് വെച്ച് വരയ്ക്കുന്നതാണ് ഈ 2x എന്നുള്ള ഗ്രാഫ് അല്ലേ? അപ്പൊ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? a(f(a) എന്ന പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ് അല്ലേ? അങ്ങനെയാണ് ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് പറയേണ്ടത്. ഇനി ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് പറയേണ്ടത്? എല്ലാ പോയിന്റിലെയും ടാൻജന്റിന്റെ സ്ലോപ്പുകൾ ചേർത്ത് വെച്ച് വരയ്ക്കുന്ന ഫംഗ്ഷനാണ് ഈ x². ഏത് ഫംഗ്ഷന്റെ ആയാലും ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലെ എല്ലാ പോയിന്റിലെയും ടാൻജന്റിന്റെ സ്ലോപ്പുകൾ ചേർത്ത് വെച്ച് വരയ്ക്കുന്നതാണ് അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പരിചയമുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്ത് ഫംഗ്ഷൻ ആണെന്നറിയോ? mod x എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പൊ mod x എന്നുള്ള ഫംഗ്ഷനാണ്. ഇത് നമുക്ക് ഇതേപോലെ mod xന്റെ 1 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാം. അപ്പൊ 1 എന്നുള്ള പോയിന്റിൽ എല്ലാം ഒരേ ടാൻജന്റ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ടാൻജന്റ് സെപ്പറേറ്റ് കാണാത്തത്. അപ്പൊ നോക്കിക്കേ, 6ഉം എസും ഒരേ പോയിന്റിലേക്കാണോ മൂവ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ആണല്ലോ അല്ലെ? അപ്പൊ 1ൽ ഡിഫറൻഷ്യബിൾ ആണ്. ഇനി നമുക്ക് 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാം. നോക്കിക്കേ, നമ്മൾ മുമ്പേ പഠിച്ചു, ഒരു പ്രോബ്ലം ചെയ്തപ്പോഴും പഠിച്ചു, x-1 ആണ് നമ്മൾ ചെയ്തത്. mod x ആകുമ്പോൾ അത് 0ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പഠിച്ചത്. അപ്പൊ ഡിഫറൻഷ്യബിൾ അല്ലാത്തതിന്റെ കാരണം നമുക്ക് നോക്കാം. നോക്കിക്കേ, 6 ദിവസമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 0ൽ എത്തുമ്പോഴും
രണ്ട് ടാൻജന്റും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഒരു യുണീക്ക് ടാൻജന്റ് ആയിട്ട് മാറുന്നില്ല, ഡിഫറെൻറ്റ് ടാൻജന്റ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൽ ഒരു ടാൻജന്റ് സ്ലോപ്പ് ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കിക്കേ എങ്ങോട്ടാണ് പോകുന്നത്? 1ലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എസ് ആണ്, എസ് -1ലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് എന്താ പറയുന്നത്? 0ൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഇപ്പൊ ജോമെട്രിക്കലായിട്ട് പറഞ്ഞാലോ, 0ൽ വന്നിട്ടും ഈ രണ്ട് ടാൻജൻസും യുണീക്ക് ആയിട്ടില്ല, രണ്ടായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? എങ്ങനെയാണ് മോഡസിന്റെ 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ലാതെ വരുന്നത്? ബാക്കി ഏത് പോയിന്റ് എടുത്താലും ഡിഫറൻഷ്യബിൾ ആണ്, 0 എന്നുള്ള ഒറ്റ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ലാതെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാതായി പോയത്. അപ്പോൾ നമുക്ക് ജോമെട്രിക്കലായിട്ട് വേറൊരു രീതിയിൽ നോക്കി വെക്കാം. ഈ ഷാർപ്പ് എഡ്ജ് വരുന്ന പോയിന്റ്സിലൊന്നും ഡിഫറൻഷ്യബിൾ ആവില്ല. ഈ ഷാർപ്പ് എഡ്ജ് വരുന്ന ഗ്രാഫിൽ ഏതെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകില്ല. പ്രോബ്ലം നോക്കിക്കേ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്തായിരുന്നു? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അല്ലോ, ഇവിടുത്തെ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ആണ്. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഈ ബ്രാക്കറ്റിലെ ടേം ഇയുടെ പവറായിട്ടാണ് വരേണ്ടത്. ഇ റേസ് ടു എക്സ് പ്ലസ് എച്ച് മൈനസ് എന്ത് വരും? ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഈ ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് പ്ലസ് എച്ചിനെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എച്ച് എന്ന് എഴുതാമല്ലോ. മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഈ രണ്ട് ടേമിലും ഇ റേസ് ടു എക്സ് ഉണ്ട്, അത് നമുക്ക് കോമൺ എടുക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? ഇ റേസ് ടു എച്ച് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഈ ഇ റേസ് ടു എക്സിനെ ലിമിറ്റ് എഫക്റ്റ് ചെയ്യില്ല. h ടെൻസ് ടു 0 എച്ചിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇ റേസ് ടു എക്സ് നമുക്ക് ആദ്യം എഴുതാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 ഇ റേസ് ടു എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച്. ഇത് ലിമിറ്റിലെ ഒരു റിസൾട്ടാണ്. നമ്മൾ എന്താണ് പഠിച്ചത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ്. ഇത്രയും ടേമിന് നമുക്ക് വാല്യൂ 1 എന്ന് കൊടുക്കാം. ആൻസർ എന്ത് വരും? ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് വരും. പ്രോബ്ലം നോക്കിക്കേ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാനാണ്. ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ബ്രാക്കറ്റിലുള്ളത് ലോഗ് കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത് അല്ലേ? ലോഗ് ഓഫ് എഴുതണം. ഇപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എച്ച് ആയതുകൊണ്ട് ലോഗ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി ആണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെന്ന് അറിയാമല്ലോ. നോട്ടിൽ ലിങ്ക് എടുത്ത് അതിൽ നിന്ന് മാത്രമേ എഴുതാവുള്ളൂ. ഇപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇവിടെ ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി എന്ന് എഴുതണം. ലിമിറ്റ് h ടെൻസ് ടു 0 ലോഗ് എക്ക് പകരം എന്താണ്? എക്സ് പ്ലസ് എച്ച് ആണ്. ബൈ ബിക്ക് പകരം എക്സ് ആണ്. ഡിവൈഡ് ബൈ എച്ച്. ഈ ടേം നോക്കിക്കേ. എക്സ് പ്ലസ് എച്ച് ബൈ എക്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. എക്സ് ബൈ എക്സ് പ്ലസ് എച്ച് ബൈ എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇതെന്ത് വരും? 1 വരും. 1 പ്ലസ് എച്ച് ബൈ എക്സ് എന്ന് എഴുതാം. ലിമിറ്റ് h ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ്
h by x divided by h. നമ്മൾ ലോഗിൻ്റെ ഒരു ലിമിറ്റ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0 log 1 plus x divided by x equal to 1 ആണ്. ഇവിടെ നോക്കി, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് ബൈ എക്സ് വന്നതുകൊണ്ട് ഡിനോമിനേറ്ററിൽ നമുക്ക് എച്ച് ബൈ എക്സ് തന്നെ കൊണ്ടുവരണം. അപ്പം അതിനുവേണ്ടി നമ്മളൊരു ബൈ എക്സ് കൊടുക്കുന്നു, കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ഇൻറ്റു എക്സും കൊടുക്കുന്നു. വലിയ വ്യത്യാസം ഇല്ലല്ലോ. ഈ 1 ബൈ എക്സിനെ നമ്മൾ പുറമേക്ക് എഴുതുകയാണ്, കാരണം അതിനെ ലിമിറ്റ് അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ 1 ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ്, ഇവിടെ എച്ച് 0 ടെൻസ് ടു 0 ആണെങ്കിൽ എച്ച് ബൈ എക്സ് ടെൻസ് ടു 0 ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് എച്ച് ബൈ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതി, കാരണം നമുക്ക് ഈ 3 സ്ഥലത്തും ഒരേ ടേം കൊണ്ടുവരണം. ലോഗ് 1 പ്ലസ് എച്ച് ബൈ എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ബൈ എക്സ്. ഈ എക്സിനെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 1 ബൈ എക്സ്. ഇത് നമ്മുടെ റിസൾട്ട് പോലെ ആയല്ലോ, ഈ 3 സ്ഥലത്തും സെയിം ടേം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടേംസിൻ്റെ വാല്യൂ 1 വരും. 1 ബൈ എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് കിട്ടി. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഈ 2 പ്രോബ്ലംസ് മാത്രമേ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യാനുള്ളൂ. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നോട്ട് PDF നോക്കി വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നോട്ടിൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ.